സംസ്ഥാനത്ത് കോർപ്പറേഷനുകളിലെ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റികളിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇന്ന്. മേയർ, ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പുകൾ രാവിലെ 10:30-ക്കും, ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പുകൾ ഉച്ചയ്ക്ക് ശേഷം 2:30-ക്കുമാണ് നടക്കുക. പഞ്ചായത്തുകളിൽ അധ്യക്ഷ തിരഞ്ഞെടുപ്പ് നാളെയാണ്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണനാണ് ചേരുന്നത്. ഉണ്ണികൃഷ്ണൻ, എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാന കോർപ്പറേഷനുകളിലെ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റികളിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിൽ നാളെയാണ് തിരഞ്ഞെടുപ്പ്. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ മറ്റ് വിവരങ്ങൾ? തീർച്ചയായും സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലെയും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലെയും അധ്യക്ഷൻ ഉപാധ്യക്ഷൻ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുക. എന്തായാലും രാവിലെയാണ് കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ, ഡെപ്യൂട്ടി മേയർ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. അതോടൊപ്പം തന്നെ രാവിലെ മേയർ, ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ രാവിലെ 10:30-ക്കും, ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ ഉച്ചയ്ക്ക് ശേഷം 2:30-ക്കുമാണ് നടക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ അറിയാൻ കഴിയുന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കോർപ്പറേഷനുകളിൽ ആരാകും നയിക്കാനുണ്ടാവുക, അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിൽ ആര് നയിക്കുമെന്ന കാര്യത്തിൽ രാവിലെ തന്നെ അറിയാം. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഡെപ്യൂട്ടി മേയർ, ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ്, അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലെ വൈസ് ചെയർപേഴ്സൺ ആരാണ് എന്ന കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാവുക. എന്തായാലും പഞ്ചായത്തുകളിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുക. പഞ്ചായത്തുകളിൽ അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നാളെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്ത അംഗമായിട്ടില്ലാത്തവർക്ക് വോട്ട് അവകാശം ഉണ്ടാകത്തില്ല എന്നൊരു കാര്യം കൂടി ഇതോടൊപ്പം പറയുന്നുണ്ട്. കൂടാതെ സംസ്ഥാനത്ത് കണ്ണൂർ, കൊച്ചി, തൃശ്ശൂർ, കൊല്ലം കോർപ്പറേഷനുകളിൽ UDF മേയർ വരുമെന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. തിരുവനന്തപുരത്ത് ആദ്യമായി ഭരണം പിടിച്ച BJP അവിടെ സ്ഥാനത്തേക്ക് വരുമെന്നതാണ് കാണുന്നത്. നേരത്തെ ഇന്നലെ തന്നെ VV രാജേഷ് അധ്യക്ഷനാകും എന്ന കാര്യത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ, ചർച്ചകളെല്ലാം തന്നെ നടന്നതിന് അന്തിമ തീരുമാനം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് തന്നെ നടന്നാണ് ഔദ്യോഗികമായിട്ട് ആ പദവിയിലേക്ക് VV രാജേഷ് വരിക എന്നതാണ് കാണേണ്ടത്. എന്തായാലും സംസ്ഥാനത്ത് ആദ്യമായാണ് BJP ഒരു മേയർ സ്ഥാനത്തേക്ക് വരുന്നത് എന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും തലസ്ഥാന നഗരിയിൽ ആദ്യമായി തലസ്ഥാനത്ത് നയിക്കാനായി VV രാജേഷ് BJP നേതാവ് എത്തുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും കോഴിക്കോട് മാത്രമാകും LDFന് മേയർ ഉണ്ടാവുക എന്നതാണ് കാണേണ്ടത്. കോഴിക്കോട് മാത്രമായിരുന്നു LDFന് വിജയിക്കാൻ കഴിഞ്ഞത്. ആ രീതിയിൽ ഒരു മേൽക്കൈ ഉണ്ടായത് അവിടെ മാത്രമാണ് എന്നതാണ് കാണുന്നത്. അത് പ്രകാരം കോഴിക്കോട് മാത്രമാണ് LDF നയിക്കുക. അതോടൊപ്പം തന്നെ തൃശ്ശൂരും ഈ രീതിയിൽ ധാരണയായിരുന്നു. UDFൽ നിന്ന് ആര് നയിക്കുമെന്ന കാര്യത്തിൽ ഒരു ധാരണ ഇന്നലെ ഉണ്ടായിരുന്നു. എന്തായാലും അത് പ്രകാരം അവിടെയും തീരുമാനമായിട്ടുണ്ട്. കൂടാതെ കണ്ണൂർ, കൊച്ചി, കൂടാതെ കൊല്ലം കോർപ്പറേഷനുകളിൽ UDF മേയർമാർ തന്നെയാണ് ഉണ്ടാവുക. കൊച്ചിയിലും കഴിഞ്ഞ ദിവസം ആര് നയിക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു. ചില അതിർത്തി അസ്വാരസ്യങ്ങളും എല്ലാം ഉണ്ടായെങ്കിൽ പോലും അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ ഒരു ഔദ്യോഗികമായി തന്നെ തങ്ങൾ ആരാണ് നയിക്കുമെന്ന കാര്യത്തിലൊരു വ്യക്തത പാർട്ടി അടക്കം വരുത്തിയിരുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും ചില മുനിസിപ്പാലിറ്റികൾ, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ BJP തന്നെ വരും എന്നതാണ് കാണേണ്ട ഒരു കാര്യം. ആദ്യമായാണ് തൃപ്പൂണിത്തുറയിൽ BJP ഭരിക്കാനായി വരുന്നത്. BJP സംബന്ധിച്ച് അവർക്ക് വലിയൊരു മേൽക്കൈയാണ് തൃപ്പൂണിത്തുറയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത്. 21 സീറ്റാണ് അവിടെ BJP നേടിയത്. കൂടാതെ തൊട്ട് പിന്നിൽ 20 സീറ്റുമായി LDF ഉണ്ട്. കൂടാതെ 12 സീറ്റുമായി UDFും ഉണ്ട് എന്നതാണ് കാണുന്നത്. UDFും LDFുമായി കൈകോർക്കില്ലെന്ന് തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതുപ്രകാരം BJPക്ക് തന്നെയാണ് അവിടെ ഭരണസാധ്യതയുള്ളത്. ഒരു സീറ്റ് വ്യത്യാസത്തിലാണ് BJP ഭരിക്കുന്നതെന്നാണ് കാണേണ്ട ഒരു കാര്യം. ആ നിലയിലാണ് കാര്യങ്ങൾ. കൂടാതെ വിവിധ മുനിസിപ്പാലിറ്റികളെല്ലാം തന്നെ UDFന് വലിയ മേൽക്കൈ ഉണ്ടായ മുനിസിപ്പാലിറ്റികളെല്ലാം ഉണ്ട്. അവിടെയും കൃത്യമായി തന്നെ ആര് നയിക്കുമെന്ന കാര്യത്തിലൊരു തീരുമാനമെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയാണ് കോർപ്പറേഷനുകളിൽ ആര് നയിക്കുമെന്ന കാര്യത്തിൽ, കോർപ്പറേഷൻ മേയർ ആരാകുമെന്ന കാര്യത്തിൽ രാവിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കും. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ രാവിലെ ആര് നയിക്കുമെന്ന കാര്യത്തിൽ രാവിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് ചെയർപേഴ്സൺ ആരെന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. എന്തായാലും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുക.
ശരി, സംസ്ഥാനത്ത് കോർപ്പറേഷനുകളിൽ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റികളിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇന്ന്. മേയർ, ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പുകൾ രാവിലെ 10:30-ക്കും ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പുകൾ ഉച്ചയ്ക്ക് ശേഷം 2:30-ക്കുമാണ്. പഞ്ചായത്തുകളിൽ അധ്യക്ഷ തിരഞ്ഞെടുപ്പ് നാളെയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത അംഗമായിട്ടില്ലാത്തവർക്ക് വോട്ടവകാശമില്ല എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് കണ്ണൂർ, കൊച്ചി, തൃശൂർ, കൊല്ലം കോർപ്പറേഷനുകളിൽ UDF മേയർ വരും. തിരുവനന്തപുരം ഇതാദ്യമായാണ് അധികാരം പിടിച്ച BJPക്കാണ് മേയർ പദവി. കോഴിക്കോട് മാത്രമാണ് LDFന് മേയർ ഉണ്ടാവുക എന്നീ വിവരങ്ങളാണ് ഇപ്പോൾ KC ഉണ്ണികൃഷ്ണൻ പങ്കുവച്ചത്.